അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ആപ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് ക്യാൻവ എടുക്കാം. മൊബൈൽ വഴി എങ്ങനെ ചെയ്യാമെന്ന് ക്യാൻവയിൽ പ്രൂവ് ആവാം എന്നുള്ള രീതിക്കാണ് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഫ്രീലാൻസായിട്ട് എങ്ങനെ മണി ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മളിന്ന് പഠിക്കുക. അപ്പോൾ ക്യാൻവ എടുത്തു. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒത്തിരി കാശുണ്ടാക്കാം. മനസ്സിലായോ? നിങ്ങൾക്കത് കാശ് ലാഭിക്കുകയും ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ചെയ്ത് ക്യാഷ് ലാഭിക്കും. ഇപ്പോൾ കണ്ടോ, പുറത്ത് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ലോഗോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, വീഡിയോ പ്രസൻറ്റേഷൻ, പ്രിൻറ്റബിൾസ്, ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. വെബ്സൈറ്റ്, അത് ഒത്തിരി ഇപ്പോൾ ഡിമാൻഡുള്ള സാധനമാണല്ലോ. അപ്പോൾ വെബ്സൈറ്റ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കണ്ടോ ഇതിൽ വെഡ്ഡിങ് ലെറ്ററൊക്കെ ഇപ്പോൾ എല്ലാം ഡിജിറ്റലാണ്. ഇനിയിപ്പോൾ പ്രിൻ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ PDF ആയിട്ട് കൊടുക്കാം. അപ്പോൾ അവർക്ക് അതനുസരിച്ചുള്ള പേപ്പേഴ്സിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും. മനസ്സിലായോ? ബൾക്കായിട്ട് എടുക്കുന്നിടത്ത് ലോ റേറ്റിൽ. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഇവിടെ കിടക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഒത്തിരി ഞാൻ ഇതിൽ നിന്ന് തന്നെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസൈൻ ചെയ്യുന്നത് ക്യാൻവയിൽ നിന്ന് തന്നെയാണ്. നമുക്ക് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ ഇതിൽ. കണ്ടോ അതിൻ്റെ വീഡിയോസിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് വരുന്ന ഇമേജസ് ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയുടെ ഹയറിങ്ങിലേക്കാണെങ്കിലും എന്താണെങ്കിലും ബില്ല്, ഇൻവോയ്സ് കാര്യങ്ങൾ ഇതെല്ലാം, പിന്നെ അതുപോലെ CV പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിലും ഇതെല്ലാം ഞാൻ ഇതിൽ നിന്ന് തന്നെ ചെയ്യുന്നത്. ലോഗോ ഡിസൈനിങ്ങും എല്ലാം. ഇതിൽ കണ്ടോ ലോഗോസൊക്കെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ പ്രോ എന്ന് കാണിക്കുന്നതൊക്കെ പെയ്ഡാണ് കേട്ടോ. അത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളത് ഒത്തിരി ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ ടൈപ്പും കാര്യങ്ങളും ഇതെല്ലാം മാറ്റുകയും ചെയ്യാം. അപ്പം ഞാനതിൽ ഒരെണ്ണം എടുത്തു. ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. ലോഗോ ആണെങ്കിൽ അപ്പോൾ ഇതിൽ ബോസിലെ എന്നുള്ള ഫ്ലവർ ബൊട്ടിക്കിൻ്റെ ആണ്. അപ്പോൾ ഒരു ഫ്ലവർ ബൊട്ടിക്കിൻ്റെ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ B മാറ്റിപ്പോൾ ഞാനിപ്പോൾ ആലീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആലീസ് ഫ്ലവർ ബൊട്ടിക്ക് എന്നാണെങ്കിൽ അടിച്ചു. അടിയുമ്പോൾ ഇങ്ങനെ തന്നെ എല്ലാട്ടോ വരുന്നത്. ആയിക്കോ. നമ്മളത് മാറ്റി കഴിയുമ്പം എടുത്തു, വേണ്ട തന്നെ മതി നമുക്ക്. എടുത്തു. എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടാണ് വരിക. അപ്പോൾ ഞാൻ അവിടെ ബോസിലെ എന്നുള്ളത് മാറ്റിയിട്ട് ആലൈസ് എന്നാക്കി. ഇതിൽ താഴെ ഫോണ്ട് എന്ന് പറഞ്ഞ് കണ്ടോ, ആ ഫോണ്ട് എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഫോണ്ട് ടൈപ്പ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കണ്ടോ അവിടെ ഏത് ടൈപ്പ് ഫോണ്ട്, ഏത് അലൈൻമെൻറ്റിലുള്ള രീതിക്കാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ആലീസ് എന്നുള്ളത് അടിച്ചു. ആലീസ് ഫ്ലവർ ബൊട്ടിക്ക്. നിങ്ങൾക്ക് ഇമേജസ് മാറ്റണമെങ്കിൽ മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ മാറ്റാം. ആ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ താഴെ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് മാറ്റാം. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ കളറിൽ ഏതെങ്കിലും ഇമേജ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റാം. അതിൻ്റെ ലെയേഴ്സ് ഇത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആനിമേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ലോഗോ ആകുമ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിക്ക്. അവർക്ക് PDF PNG ആയിട്ട് അയച്ചു കൊടുക്കണം, എങ്ങനെ ചെയ്യാം. ഡൗൺലോഡ് ചെയ്തെടുക്കാനെങ്കിൽ PNG ആണ് വരിക. അതല്ല മുകളിലേക്കുള്ള ആരോ അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫയൽ ടൈപ്പ് ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫയൽ ടൈപ്പ് ചൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ടൈപ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇതിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് തന്നെ കാണാൻ പറ്റും. ഫസ്റ്റ് അത്ര പെർഫെക്ഷനിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വരും. ഇപ്പം ഞാൻ ഇവിടെ PNG ആണ് എടുത്തേക്കുന്നത്. ഇതിൽ ഡൗൺലോഡ് കൊടുത്തപ്പോൾ പതുക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങളിതിൽ പ്രൂവ് ആവും ശരിക്കും. ഒന്നും പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിപ്പോൾ അറിയാണ്ട് പുറത്തേക്ക് പോയി ഇപ്പോൾ രണ്ടാമത് ക്യാൻവയിൽ കയറുവാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം പോകുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത് ഓട്ടോ സേവ് ആവും. ഇവിടെ റീസെൻറ്റ് ഡിസൈൻസ് അല്ലെങ്കിൽ പ്രോജക്ട്സ്, താഴെ പ്രോജക്ട്സ് എന്നുണ്ടാവും, അതിൽ നമ്മൾ ചെയ്തത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെ ചെയ്തത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്തത്, ബോസിലയുടെ ഞാൻ ആലീസ് ആക്കിയായിരുന്നല്ലോ. അത് ലോഗിൻ ചെയ്യുമ്പോൾ അത് തുറക്കുമ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരിക. താഴെ പ്രോജക്ട്സിലാണെങ്കിലും നിങ്ങൾ ഇതുവരെ ചെയ്തെല്ലാം കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഇപ്പോൾ കണ്ടോ ലേറ്റസ്റ്റ് എൻ്റെ ലാസ്റ്റ് ഡിസൈനിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് വന്നതാണത്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വെഡ്ഡിങ് കാർഡ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കാർഡ്സൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് സേവ് ദ ഡേറ്റും ഇനോഗ്രേഷൻ്റെ പോസ്റ്റേഴ്സുമാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ട് സെയിലിൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 500 400 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മിനിമം കിട്ടും. നല്ല രീതിക്കൊക്കെ ചെയ്ത് ശരിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് അവരുടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. സേവ് ദ ഡേറ്റിനൊക്കെ അറിയാമല്ലോ, നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ അതെങ്ങനെ എഡിറ്റ് ചെയ്യാം, അത് അതിൻ്റെ ഓരോ സെക്കൻഡ്സിലും നമുക്കിവിടെ താഴെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അപ്പോൾ പേരിൻ്റെ അവിടെ പേര്, ഇപ്പോൾ ഇത് നമ്മൾ ആ വെഡ്ഡിങ് ലെറ്ററിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് നമ്മൾ ഒത്തിരി നേരം വായിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ പേരും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ താഴെ ഹന്ന ആൻഡ് ആരോൺ എന്നുള്ള എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ ഇമേജ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ താഴെ റീപ്ലേസ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻ വരും. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് കാണുന്ന പ്ലസ്സിൽ, ഇപ്പോൾ ഇടയ്ക്കൊക്കെ കാണുന്ന പ്ലസ്സിലോ ലാസ്റ്റ് കാണുന്ന പ്ലസ്സിലൊക്കെ നിങ്ങൾക്ക് ഇതെല്ലാം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. താഴെ കണ്ടോ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. വീഡിയോസൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് ചെയ്യണമൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. കണ്ടോ ലാസ്റ്റ് ഇത് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ എഡിറ്റ് ചെയ്ത് അതനുസരിച്ച് വരും. ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തി. എന്നിട്ട് കണ്ടോ താഴെ കണ്ടോ എന്തൊക്കെയുണ്ടെന്ന് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. എലമെൻറ്റ്സ് ഇവിടെ ഷേപ്പോ കാര്യങ്ങൾ അല്ല ഡിസൈൻസ് ഗ്രാഫിക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ,
അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും സൈഡിൽ കാണുന്ന സീ ഓൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാൻ ബാക്ക് അടിച്ചു. ഇപ്പോൾ ഞാൻ ചെയ്തത് പോകുമോ? ഇല്ല, പോകില്ല. ഇതെല്ലാം എൻ്റെ റീസെൻറ്റ് ഡിസൈൻസിൽ അതല്ലെങ്കിൽ താഴെ പ്രോജക്ട്സിൽ വന്ന് കിടക്കുന്നുണ്ടാവും. പിന്നെ താഴെ പിന്നെ സേവ് ദ ഡേറ്റ് കണ്ടോ, അത് ക്യാൻവയിൽ ന്യൂ ആണ്. അത് ഒത്തിരി നിങ്ങൾക്ക് എക്സ്പോഷർ ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് 2,000 രൂപയൊക്കെ ഒരു ഇതിന് ഏൺ ചെയ്യാൻ പറ്റും മിനിമം. പിന്നെ താഴെ ലോഗോ കണ്ടോ, മൊബൈൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ട്വിച്ച് ഓവർലേസ് ചെയ്ത് കൊടുക്കാം. ബിസിനസ് കാർഡ്സ്, എൻ്റെ ബിസിനസ് കാർഡ്സ്, എൻ്റെയും എൻ്റെ ഹസ്ബൻഡേയൊക്കെ ബിസിനസ് കാർഡ്സ് ഞാൻ ഇതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലയേഴ്സ്, റെസ്യൂമേ എല്ലാം അതെന്താ പറയുക, ഒരു ഫിംഗർ ടിപ്പിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. റെസ്യൂമേ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ 250 രൂപ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു കൊളാഷ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ആർക്കെല്ലാം ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബ് തംബ്നെയിൽസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൽ കിട്ടും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ മീൽ പ്ലാനർ വേണ്ട, നമുക്ക് ഡിജിറ്റൽ പ്ലാനർ ഒന്ന് ചെയ്ത് നോക്കാമെന്നല്ല, ഞാൻ കാണിച്ചു തരാം എങ്ങനെ. നിങ്ങളൊന്ന് തന്നെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്ക്. എളുപ്പമാണ്, സിമ്പിളാണെല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തു. ഡിജിറ്റൽ പ്ലാനർന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അവിടെ കണ്ടോ ഓരോ വർഷത്തെ 2024 എന്നുള്ളത് നമ്മളതെടുത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ 2025 ആക്കാം കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. നിങ്ങൾക്ക് എന്താണ് എഡിറ്റ് ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്യാം. എൻ്റർ ചെയ്യാം, ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്തായിരുന്നായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഒന്നും പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ പ്രോ ആവണ്ട. നിങ്ങൾക്ക് ഇതിൽ പ്രൊഫഷണൽ ആവണമെങ്കിൽ 14 ദിവസം വേണ്ട, ഒരു 5 ദിവസം ഇതിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതിയാവും. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ ചാനൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.